ഹലോ എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അങ്ങനെ മാർക്കോ എന്നൊരു വയലൻസ് ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു ആക്ഷൻ പടമായി നമ്മുടെ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് എത്തിയിരിക്കുകയാണ്. കാട്ടാളൻ. ആൻ്റണി വർഗീസ് പെപ്പെ, തുഷാര വിജയൻ, പാർത്ഥിവാരി, രാജ്ചന്ദ് രാസു, ഖബീർ ദുഹാൻ സിംഗ്, സുനിൽ, പിന്നെ ഹിപ്സ്റ്റർ ഹനാൻ ഷൈ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഒരു സിനിമ ഇന്ന് തിയേറ്ററിൽ റിലീസായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പടം നമ്മൾ നോക്കുകയാണെങ്കിൽ തിരക്കഥയും സംവിധാനം ഒരുക്കിയിട്ട് നമ്മുടെ പോൾ ജോർജ്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് രവി ബസ്രൂർ, പിന്നെ ഈ ഒരു പടത്തിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത് ചന്തു സെൽവരാജ്, എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ്. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു പടം എന്താ പറയുക, വളരെയധികം പ്രതീക്ഷയാണ് നമ്മൾ ഈ ഒരു പടത്തിന് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പടത്തിൻ്റെ ടീസർ ഇറങ്ങിയ സമയത്ത് നമ്മൾ ടീസർ കണ്ടപ്പോൾ ഭയങ്കരധികം നിരാശയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഈ ഒരു പടത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ വളരെയധികം ഹൈപ്പ് കൂട്ടി. അതായത് ടീസറിൽ അവർ ഹൈപ്പ് കുറച്ചെങ്കിൽ ട്രെയിലറിൽ ഭയങ്കരധികം ഹൈപ്പ് കൂട്ടിയിട്ടാണ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻഗേജ് ചെയ്യാൻ പറ്റിയ ഒരു ആക്ഷൻ പടം, പ്രത്യേകിച്ച് പെപ്പേര ഒരു നല്ലൊരു ഇടിപ്പടം, നല്ലൊരു പെപ്പേര പീക്ക് പെർഫോമൻസുള്ള പടം എന്ന രീതിയിലായിരുന്നു ട്രെയിലറിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രെയിലർ നമ്മൾ നോക്കിയറിയാം, ഫുള്ള് അടി, ഇടി, വെടി, പുക, ബ്ലാസ്റ്റ് ഒക്കെയാണ്. എന്താ പറയുക, നേരിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മനുഷ്യൻ്റെ ശരീരം തന്നെ ചിതറുന്നതും അതെല്ലാം. അതുപോലെ തന്നെ ഈ പടം നമുക്ക് മൊത്തത്തിൽ പറയാമെന്ന് തന്നെ എനിക്ക് ഈ പടത്തിൽ മെയിനായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഈ പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് തന്നെ പെപ്പേരെ വൺ ഓഫ് ദി ബെസ്റ്റ് കരിയർ എക്സ്പീരിയൻസാണ്. പെപ്പേരെ എന്താ പറയുക, വളരെയധികം മികച്ചൊരു പീക്ക് പെർഫോമൻസാണ് ഈ ഒരു പടത്തിൽ പെപ്പയെ ചെയ്തു വെച്ചിട്ടുള്ളത്. പെപ്പേരെ ഇടിയിലും ആ ഒരു ഇടി ആക്ഷൻ സീക്വൻസ് ആയാലും പിന്നെ പെപ്പേരെ എൻട്രി ആയാലും പെപ്പേരെ ഡയലോഗ്സ് ആയിക്കോട്ടെ, മാസ് ഡയലോഗ്സ് ആയിക്കോട്ടെ, എല്ലാം ഒരു അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ പെപ്പെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പട്ടിപ്പണി ചെയ്തിട്ടുണ്ട്. അത്രയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത്രയധികം അടിപൊളിയായിട്ട് തന്നെ പെപ്പെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പറയുന്നത് നല്ലൊരു എൻഗേജ് ഉള്ളൊരു ആക്ഷൻ സിനിമയാണ്. സിനിമ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 മണിക്കൂർ മാത്രമേ ഈ ഒരു സിനിമയുടെ ഡ്യൂറേഷൻ ഉണ്ടാകുന്നുള്ളൂ. അധികം ലാഗ് അടുപ്പിക്കുകയോ അധികം എന്താ പറയുക ബോറടിപ്പിക്കുകയോ ഇതൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ എൻഗേജ് ചെയ്തിട്ട് ഈ 2 മണിക്കൂർ തന്നെ പോയിട്ടുണ്ട്, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും. പിന്നെ നമുക്ക് എല്ലാവർക്കും ഈ പടത്തിൽ എൻഡ് ക്രെഡിറ്റ്സ് ഉണ്ടായിരുന്നു. അതായത് 3 എൻഡ് ക്രെഡിറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ തോന്നുന്നു കാട്ടാളൻ ടൈറ്റിലും പിന്നെ ക്യാമിയോ റോളും അതിനുശേഷം ഒരു സർപ്രൈസ് എന്താ പറയുക എൻഡ് ക്രെഡിറ്റ്സും ഉണ്ടായിരുന്നു. അപ്പോൾ കാട്ടാളൻ ടൈറ്റിൽ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ മാത്രമല്ല ഇതിലൊരു ക്യാമിയോ ഉണ്ട്. മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും ഈ ഒരു പടത്തിൻ്റെ ക്യാമിയോ ആരാണെന്ന്. പക്ഷെ ഞാനായിട്ട് പറയുന്നില്ല. ആ ഒരു ക്യാമിയോ എൻട്രി, അതായത് ക്ലൈമാക്സിലാണ് ആ ഒരു ക്യാമിയോ എൻട്രി എന്നെ അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ തന്നെ തിയേറ്റർ പൂരപ്പറമ്പാക്കാനും പീക്കിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു സർപ്രൈസ് കൂടി ഉണ്ട്, എന്താ പറയുക, ലോർഡ് മാർക്കോ. അപ്പോൾ സ്പോയിലറാണ്, പക്ഷെ എന്നാലും ഞാൻ പറയാണ്, ലോർഡ് മാർക്കോ മായി ബന്ധപ്പെട്ടുള്ള ഒരു അടിപൊളി സംഭവം, ഒരു സർപ്രൈസായിട്ട് നമുക്ക് ക്ലൈമാക്സിൽ ഈ പടം അവസാനിപ്പിക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു, തീർച്ചയായിട്ടും അടിപൊളി എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മാർക്കോ എന്നൊരു സിനിമയിൽ തന്നെ ചില റെഫറൻസസ് മെയിനായിട്ട് പറയാനായിട്ടാണെങ്കിൽ മാർക്കോ സിനിമയുള്ള അതേ കാസ്റ്റ്, അതായത് 90% അതേ കാസ്റ്റ് തന്നെ ഈ ഒരു സിനിമയിലും വന്നിട്ടുണ്ട്, അതായത് കഥാപാത്രത്തിൻ്റെ പേരിലും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മാർക്കോ സിനിമയുള്ള ഒരു കബ്രൽ ഗോൾഡും ഈ ഒരു സിനിമയിൽ എന്താ പറയുക നമുക്ക് മെയിനായിട്ട് ഡീറ്റെയിൽ ചെയ്ത് തന്നെ കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു ആക്ഷൻ വൈബ് പടം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ എൻഗേജ് ചെയ്തിട്ട് പോകാവുന്ന പടം തന്നെയാണ്. 2.5 മണിക്കൂർ 3 മണിക്കൂറൊന്നും ഇല്ല, 2 മണിക്കൂറുള്ള ആ 2 മണിക്കൂർ തന്നെ അനാവശ്യമായൊരു സീൻസ് ആഡ് ചെയ്യാണ്ടോ അല്ലെങ്കിൽ ബോറടിപ്പിക്കാണ്ടോ ലാഗ് തോന്നിക്കാണ്ടോ തന്നെ നല്ല രീതിയിൽ തന്നെ എൻഗേജിങ് ആയിട്ട് പോയിട്ടുണ്ട്. പടത്തിൽ മെയിനായിട്ട് നമ്മൾ നോക്കാൻ നമ്മൾ ട്രെയിലറിലും ടീസറിലും കണ്ടതുപോലെ തന്നെ ആനക്കൊമ്പ് കടത്തുന്നു, അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അതായത് ആനക്കൊമ്പ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ പടത്തിന് മെയിനായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത് ആനക്കൊമ്പിൻ്റെ റേറ്റും പിന്നെ അത് കടത്തുന്നതും ഓരോ സ്ഥലങ്ങൾക്കും, അത് ഷിപ്പ് വഴിയും. പിന്നെ അത് എന്താ പറയുക, ആ ഒരു ആനക്കൊമ്പ് കടത്തുന്ന സമയത്തും പല പ്രശ്നങ്ങളുണ്ടാവും. എന്താ പറയുക, വില്ലൻ്റെ ഭാഗത്താണെങ്കിൽ തടയാനും ബ്ലാസ്റ്റും അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാവും. അതെല്ലാം നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിലിംഗ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പിന്നെ എന്താ പറയുക സിനിമാറ്റോഗ്രഫിയും ഇതിൻ്റെ എഡിറ്റിങ്ങും നല്ല രീതിയിൽ തന്നെ അടിപൊളി ആക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു മസ്റ്റ് തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് പെപ്പേരെ ആ ഒരു പീക്ക് പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടാക്കി എടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് കാണുമ്പോൾ. പിന്നെ ഈ ഒരു പടത്തിൽ നമ്മൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്യാവശ്യം വലിയ വലിയ പാൻ ഇന്ത്യൻ പടങ്ങളിൽ മ്യൂസിക് ചെയ്തിട്ടുള്ള രവി ബസ്രൂരിൻ്റെ മ്യൂസിക് തന്നെ വളരെയധികം ഗംഭീരമായിട്ട് തന്നെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനെ നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നല്ല രീതിയിൽ എൻഗേജ് ചെയ്തിട്ട് തന്നെ നമുക്ക് സാധിക്കും.
അങ്ങനെ ലാഗോ അങ്ങനെയില്ല. നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ് ജംഗിൾ ബീസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഒരു 2-3 ആളെ മ്യൂസിക് ഈ ഒരു പടത്തിലത്തെ. ഇപ്പോൾ നമ്മൾ ഷോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഷോ കണ്ടതിന് ശേഷം അടുത്ത ഷോ വരെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ ഷോയിൽ ആ ഒരു സിനിമ കാണിക്കുന്ന സമയത്ത് ഈ സിനിമയുടെ ബീജമും നടന്മാർ പറയുന്ന ഡയലോഗുകളെല്ലാം നമുക്ക് പുറത്ത് തന്നെ വളരെയധികം ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കും. അത്രയും നല്ലൊരു ഹെവി മ്യൂസിക് ബീജം തന്നെ ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ പടത്തിൽ ആക്ഷൻ, എഡിറ്റിംഗ്, വിഷ്വൽസ് എല്ലാം നല്ല രീതിയിൽ തന്നെ മനോഹരമായിട്ടുണ്ട്. തീർച്ചയായും വൺ ഡബിൾ വാച്ച് ഫിലിം തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരു തവണയിൽ നമുക്ക് മസ്റ്റായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസിൽ തന്നെ പെപ്പയുടെ ആക്ഷൻ നമുക്ക് കണ്ട് തീർച്ചയായും നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കാട്ടാളൻ സിനിമ കണ്ട ശേഷം അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം താഴത്ത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നെക്സ്റ്റ് ഒരു മൂവി റിവ്യൂ വരുന്നവരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.